ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല എനിക്കിതുപോലെ ഈ ഹൈ പീക്ക് ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അതുപോലെ നമ്മൾ ലാസ്റ്റ് പോയത് തമ്പുരാൻപാറയിലാണ്. അപ്പം തമ്പുരാൻപാറയിൽ അതേ സെയിം വ്യൂ കിട്ടുന്ന വേറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഷൂട്ടിൻ്റെ പ്രൊമോഷൻ്റെ കോൾ വന്നു. അപ്പോൾ വി ആർ അറ്റ് ദാറ്റ് സൈറ്റ് നൗ. ഇതെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. 1 കിലോമീറ്റർ പോലും ഇല്ല. നമ്മുടെ വീടിൻ്റെ അവിടെ ഇന്നാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദിസ് ഇസ് കോൾഡ് വിൻറ്റേജ് ഹോൾട്ടൺ. ചിറ്റാഴ എന്നാണ് സ്ഥലപ്പേര്. ഞങ്ങളുടെ വീട് മരുതൂരാണ്. മരുതൂരിൽ നിന്നൊരു ഒരു ഹാഫ് കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, 1/2 കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം. നല്ലൊരു ഹിൽ ടോപ്പ് വില്ലയാണിത്. അപ്പം ഇന്ന് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ വീട് അടുത്തായ കാരണം ഞാൻ ആദ്യമേ പോകുന്നു. നമ്മുടെ ക്യാമറ ടീമും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അതായത് ഈ പ്രൊമോഷൻ ചെയ്യുന്ന ടീം ഒക്കെ വരുന്നേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഇവിടുത്തെ വ്യൂസും ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഈ പ്രോപ്പർട്ടി, ദിസ് ഇസ് എൻ അമേസിങ് പ്രോപ്പർട്ടി. ഈ ഇത്രയും വലിയൊരു സിറ്റിയിൽ ആ സിറ്റി ഹസിൽസിൽ നിന്നും ആ ഒരു ഹറി എല്ലാതും മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ടൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ വന്ന് ചില്ല് ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി എക്സാക്ട് പ്രോപ്പർട്ടി. ദിസ് ഈസ് വിൻറ്റേജ് ഹോൾട്ടൺ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ് മീ ടേക്ക് യു ത്രൂ വിൻറ്റേജ് ഹോൾട്ടൺ. High time lingers on, feel it in the wind. And though we may be gone, our paths may cross again. സോ മറ്റേ നമ്മുടെ തമ്പുരാൻപാറയിൽ അതേ വ്യൂ പോലെ തന്നെ ഇത് കുറച്ചുകൂടി സിറ്റിയിലേക്കുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ട്രിവാൻഡ്രം സിറ്റി, എൻ്റയർ സിറ്റി കാണാൻ പറ്റും. ഇതിപ്പം കുറച്ച് ടൈം ഇപ്പം ഏകദേശം 3:15 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സണ്ണി ആയ കാരണം കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ സ്ഥലത്തിന് ശരിക്കും പറഞ്ഞ ഒരു ഹിസ്റ്ററി ഉണ്ട്, കുറച്ച് ഫണ്ണിയാണ്. എൻ്റെ വീട് ഇവിടെ അടുത്തായ കാരണം ഞാനും ചേച്ചിയും എൻ്റെ അളിയച്ചാരും കൂടി അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. ബട്ട് അത് നമ്മൾ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഇവിടെ നിന്നുള്ള നമുക്ക് താഴെ കൂടിയൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, ഇവിടെ നിന്നുള്ള വ്യൂ എന്തായാലും നല്ല കിടിലായിരിക്കും എന്നറിയാം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ പോകാം, അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ല സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സൈഡ് വന്നപ്പം അന്ന് ഇവിടെ ഇത്രയും ഇപ്പോൾ ഉള്ള പോലെ ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റിന് അവിടെ സെക്യൂരിറ്റി ഓപ്പൺ ആക്കി നമുക്ക് കയറി വരാൻ പറ്റും. പക്ഷേ അന്ന് അങ്ങനെയില്ല. അങ്ങനെ ഞാനും ചേച്ചിയും വളരെ കൂടി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി. അകത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, ഈ പ്രോപ്പർട്ടിയുടെ വെളിയിൽ വന്ന ഗേറ്റിന് വെളിയിൽ നിൽക്കായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് രണ്ടും ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ഞങ്ങളുടെ അടുത്തും ചോദിച്ചില്ല, ഞങ്ങൾ കയറി പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുള്ളിനെ വഴക്ക് പറഞ്ഞു. അതായത് സെക്യൂരിറ്റിനെ വഴക്ക് പറഞ്ഞു, ഇവിടെ എന്തോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു, ആൾക്കാർ കയറിയത് കണ്ടില്ല എന്നിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ തിരിച്ചു പോയി. ബട്ട് ടുഡേ ഇത് നോക്കൂ, നമ്മളിവിടെ പെയ്ഡ് ഷൂട്ടിന് വേണ്ടി സെയിം സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഇത് ഇടയ്ക്ക് ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കിയതായിരുന്നു ഇങ്ങനെ ഇവിടെ സ്റ്റേക്ക് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ കുറേ ആൾക്കാരൊക്കെ കൂടി അങ്ങനെ ഒരു ഗ്യാതറിങ്ങിനാണ് നല്ലത്. ഇപ്പോൾ ഒരു 5 താഴെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രോപ്പർട്ടി ആവശ്യമില്ല. കാരണം ഇതൊരു എൻ്റെ ഹൗസായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ടാണ് വരുന്നത്. അല്ലാതെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടംപോലെ സെലിബ്രിറ്റീസൊക്കെ വന്ന് സ്റ്റേ ചെയ്യാറുള്ള സ്ഥലമാണ്. നമ്മുടെ ഇത്രയും അടുത്തുള്ള സ്ഥലമാണ്, പക്ഷേ ഈ സെലിബ്രിറ്റികളൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ട് അവർ പോസ്റ്റ് ഇടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരിവിടെ വന്നായിരുന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു കഥ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിനകത്തേക്കുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പുറമൊക്കെ ഒന്ന് ചെയ്യട്ടെ, കാരണം നമുക്ക് ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറാനൊരു ഇത് കിട്ടിയത്. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് കാണട്ടെ. Spring is coming up, you can hear it in the fields. As the river rolls along, oh how could this be real? A howl at the moon will catch you by surprise, and the golden days will come, I'll see you down the line.
but it's all been said before. അങ്ങനെ നമ്മുടെ ടീം തിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. ക്യാമറാമാനും നമ്മുടെ അജീഷെ കൊണ്ട്. അജീഷ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. എത്ര നാളായി കണ്ടിട്ട്. എങ്ങോട്ട് ആടി അങ്ങോട്ട് പോകുന്നത്. ഇതാണ് അജീഷ. മറ്റേ ആടിനും ചങ്കാന്തിക്കും മാത്രം രക്ഷപ്പെടുന്നത്. എന്നാ ഉണ്ടോ? മുടിയൊക്കെ കട്ട് ചെയ്തല്ലേ? ലുക്കൊക്കെ അങ്ങ് മാറി. നമുക്ക് ഇവിടെ നിന്ന് ഇടാനായിട്ട് ചെറുപ്പം. Built in harmony with its surroundings, the villa blends clean, timeless architecture with a quiet, natural calm. Built in harmony with its surroundings, the villa blends clean, timeless architecture with a quiet, natural calm. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? Well, high time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come. സോ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം ഈ പ്രോപ്പർട്ടിക്കകത്ത് ഈ റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഈസ് വെരി റിച്ച് ആൻഡ് ലക്ഷറിയസ്. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി റേറ്റ്, പക്ഷേ ദി ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി. സോ റിച്ച് ബൈ ദി നാച്ചുറൽ ബ്യൂട്ടി. ഒരു എന്താ പറയുക, ഹാസിൽ ഫ്രീ ആയിട്ടുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല, ഇതെല്ലാ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ അതിന് പറ്റിയൊരു സ്ഥലം. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഫ്ലോർ ഇസ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ ഒരു ഓപ്പൺ ബാറുണ്ട്. ആൻഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് താഴത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. താഴെ ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ ഉണ്ട്. ഇതൊരു എലവേറ്റഡ് സ്പേസ് ആണ് കേട്ടോ. ഗ്ലാസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൺലൈറ്റ് നമുക്ക് കറക്റ്റ് കിട്ടും. ആൻഡ് ഇവിടെയാണ് വേറൊരു ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് പോലെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബെഡ്റൂമിൻ്റെ അകത്തായാലും നല്ല സ്പേഷ്യസ് ആണ്. ഇത് തിയേറ്റർ ഹാളാണ് ഇവിടെ ഈ റൂമിൻ്റെ അകത്ത്.
നല്ല വലിയൊരു സ്ക്രീനുണ്ട്. എൻ്റെ ഇവിടെ പുറത്തേക്കുള്ള വ്യൂ കിട്ടും. ഈ ഒരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൂടി കിട്ടും കേട്ടോ, സിനിമയൊക്കെ കാണാം. ആൻഡ് ദിസ് ഈസ് അനദർ ബെഡ്റൂം. എല്ലാ റൂമിലും ടി വി ഉണ്ട്. ഇവിടെ പോയാലും സൺസെറ്റും കിട്ടും, വ്യൂ ടു ദ സിറ്റി. കുറച്ചുകൂടി രാത്രി ആകുവാണെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ലൈറ്റൊക്കെ ഇട്ടാൽ ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ചെറിയൊരു ഊഞ്ഞാല് പോലെ ആൻഡ് സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെയും ടി വി ഉണ്ട്. ഇവിടുന്നും അതുപോലെ തന്നെ റൂഫ് ഗ്ലാസ് ഇത് കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ താഴത്തെ ആ ഒരു ചെറിയ പൂണ്ട് പോലത്തെ. ദെൻ ദിസ് ഈസ് എ ബാൽക്കണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാൽക്കണി എന്നുള്ള വ്യൂ. ആൻഡ് എല്ലാ ബെഡ്റൂമിലും ഇതുപോലത്തെ ഒരു വ്യൂ തന്നെയാണ്. ഈ ബാൽക്കണി കിട്ടുന്ന സെയിം വ്യൂ ബെഡ്റൂമിലും കിട്ടും. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ വീട് കേട്ടോ, കാരണം നമ്മുടെ വീട്ടിൽ നിന്നാൽ ഈ ഒരു ഇത് കാണാറുണ്ട്, ഈ പ്രോപ്പർട്ടി കാണാൻ പറ്റും. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ സ്റ്റാർ കിടപ്പുണ്ട്, സ്റ്റാർ എടുത്തിട്ടില്ല അവരെ ഇതുവരെ. Well, high time lingers on, you can feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your സൺസെറ്റും അതുപോലെ എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ എവിടെയായിട്ടായിരിക്കും നമ്മുടെയൊക്കെ വീട് വരുന്നുണ്ടാവുക. ഏകദേശം അവിടെ ആയിട്ട് വരും തോന്നുന്നു, കറക്റ്റ് ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ എനിക്കൊന്നും ഇവിടെ കുറച്ച് ബിൽഡിങ്സ് കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറച്ച് ബിൽഡിങ്സ് പോലെ തോന്നുന്നു. പക്ഷേ ഇങ്ങനെ കുറേ കാണുമ്പോൾ ഇതിലേതാ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ബൈനോക്കുലർ വെച്ച് ഞാൻ നോക്കി, ബൈനോക്കുലർ വെച്ച് നോക്കി ഇപ്പോൾ ഒരു സ്മോക്കി ഇതാണ്, ഫോഗി ആയിട്ട് കിടക്കുന്നത്. കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കണ്ടാലും മനസ്സിലാവുന്നില്ല എന്താ എവിടെയാണെന്നുള്ളത്. ഇനി ഇവിടുന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇൻ ദ സെയിം സ്പേസ്, ദെൻ അടുത്ത ഫ്ലോറിലേക്ക്, സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി നോക്കാം അവിടെ എന്താകും. എന്ത് ചീപ്പോട് ഇതൊരു ഓപ്പൺ ബാൽക്കണിയാണ്. ബാൽക്കണി അല്ലെങ്കിൽ ഓപ്പൺ ആണല്ലോ അല്ലേ. സോ ദിസ് ഈസ് ദ ബാൽക്കണി ഓഫ് ദിസ് പ്രോപ്പർട്ടി. ആൻഡ് ഇത് വേറൊരു റൂമാണ് കേട്ടോ, വേറൊരു റൂം. ഇവിടെ നിന്നും നല്ല വ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ കാണുന്ന ബിൽഡിങ്സൊക്കെ മുക്കോലയാണ്. കാരണം മുക്കോല ആണെന്ന് പറയാൻ കാരണം ഈ കാണുന്ന ഇത് കണ്ടോ, ആ ഒരു ടവർ, കൊടപ്പനക്കുന്ന് ദൂരദർശൻ്റെ ടവറാണ്, അവിടുത്തെ ടവറാണ്. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ അത് മുക്കോലയാണെന്ന്. ഇതൊക്കെ പിന്നെ വട്ടപ്പാറ അങ്ങോട്ടൊക്കെയുള്ള സൈഡായിരിക്കണം. വാവ്, ഇവിടേക്ക് രാത്രി വന്നിരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ നല്ലപോലെ ആ ഒരു പാറമ്പുഴയുടെ വെള്ളം കെട്ടിക്കിടക്കുന്ന വ്യൂ ഉണ്ട്.
നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പണ്ട് എനിക്കൊന്ന് 2021 തോന്നുന്നു, ഞാനും ഗ്ലാഡ്സനും ഗ്ലോറിയൊക്കെ കൂടിയിട്ട്, ഗ്ലാഡ്സിൻ്റെയൊക്കെ വീടും ഇവിടെ ഏതോ ഒരു ഏരിയയിലാണ്, ഞങ്ങൾ അതിലെ ആ താഴെ കാണുന്ന റോഡിൽ കൂടി നടന്നു വന്നിട്ടുണ്ട് കുറച്ച് ആ താഴെ വരെ. സൂമിൻ ചെയ്ത് നോക്കട്ടെ നമ്മുടെ വീട് കാണാവുന്ന. മനസ്സിലാവുന്നില്ല എവിടെ. സോ നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. സ്ക്രിപ്റ്റ് കുറച്ച് ലോങ് ആയിരുന്നു, ഇംഗ്ലീഷിൽ കുറേ പറയാനുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് ആ സ്ക്രിപ്റ്റ് ശരിക്കും പഠിക്കുന്നത്. കാരണം ഞാൻ ഓർത്ത് സാധാരണ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടാത്ത പോർഷൻസൊക്കെ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ദെൻ വിഷ്വൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് ലൈവായിട്ട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് കുറേ കാണാൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇങ്ങനെ കാണാൻ പഠിച്ച കാരണം നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡെഫിനേഷൻസ് ഒക്കെ കാണാൻ പഠിക്കുന്ന പോലെ അങ്ങനെ പഠിച്ചാൽ എനിക്കിപ്പോൾ അങ്ങോട്ട് മലയാളം പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വിക്കൽ പോലെ. ആരും ട്രോളരുത്, സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് ഒരു ഷൂട്ടും കൂടി ഉണ്ട്, അത് കഴക്കൂട്ടത്ത് വെച്ചപ്പം. എന്തായാലും ഇത്ര സ്ഥിതിക്ക് അതും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് നാളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ട്രിവാൻഡ്രത്തുള്ള ഇതുപോലെ ഹില്ലി ഏരിയാസിലുള്ള സ്ഥലങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഒന്ന് മടവൂർ പാറ കാണിച്ചു, മടവൂർ പാറ കാണിച്ചു, ദെൻ തമ്പുരാൻ പാറ കാണിച്ചു. ഇനി ഹില്ലി സ്പോട്ട്സൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ആസ് ഓഫ് നോ ഉള്ള 2 ഏരിയസാണ് ഞാൻ കാണിച്ചത്. സോ ദിസ് ഇസ് ഹിൽട്ടൺ ഗാർഡൻ. ഹിൽട്ടൺ ഗാർഡൻ അല്ല, മൊത്തത്തിൽ എൻ്റെ കിളി പോയി. കാരണം ആഫ്റ്റർ കുറേ സമയത്തിന് ശേഷം ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം പറയുന്നത് അങ്ങോട്ട് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടുത്തെ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി നാളെ കാണിക്കാം. Saw the rising sun glitter in your eyes. Well, the golden days will come, and I'll see you down the line. എന്റെ കർത്താവ് എന്തൊക്കെ കേക്കണം നോക്കുന്നേ. ദിഗംബരനായിട്ട് ഇത് എത്ര മിനിറ്റിന്റെ പ്രോസസ്സാണ്? 20 minutes അല്ലേ? ഓക്കെ.
high time lingers on, I feel it in the wind. And though we may be gone, our paths may cross again. I saw the rising sun glitter in your eyes. If the golden day should come, I'll see you down the line. Spring is coming up, you can hear it in the fields. As the river rolls along, oh how could this 150 plus branches all around the globe. Advanced Glow Hair and Glow Skin Clinic is not set. Advanced Glow Hair and Glow Skin Clinic is known for their expertise and for their sensitive treatment. and the golden days will come, I'll see you down the line. But it's all been said before, nothing's certain, that's for sure. So honey, take good care, you'll be fine. Oh, I'll see you down the line. ഇരുന്നില്ല, ഞാൻ അവിടെ വെച്ചെടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഹെയർ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ടെക്നോ പാർക്കിൽ വന്നു. വീഡിയോ ബാക്കി ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് അത് എടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് ചുവന്നിരിക്കുന്ന ഒരു ജ്യൂസ് കുടിച്ചു. ഇനി ബാക്കി ഷോർട്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു എന്നെ. എടാ നിന്റെ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. വെൽക്കം ടു എല്ലാ ട്രീറ്റ്മെന്റ്സും വേൾഡ് ക്ലാസ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ് ആണ് ചെയ്യുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ വറീസ്. ഇത് വോയിസ് ഓവർ ആയിരുന്നോ? ലൈറ്റ്, ക്യാമറ, ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. അപ്പോൾ ഇനി നിങ്ങളുടെ ഹെയറും സ്കിന്നും എക്സ്പെർട്സിന്റെ സേഫ് ഹാൻഡ്സിലാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനൽ നമ്മുടെ ഷൂട്ട് 2 ദിവസത്തെ ഷൂട്ട് ഇന്നലത്തെയും ഇന്നത്തെ കൂടി കൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് ടെക്നോ പാർക്കിൻ്റെ അടുത്ത്. ആൻഡ് മേഘനോടത്തുള്ള ലാസ്റ്റ് വ്ലോഗ് ആയിരിക്കും. ഇനി മേഘനെ കാണുന്നതായിട്ടും ഡൗട്ട് ആയിരിക്കും. ആണോ? അങ്ങനെ വരുവാണെങ്കിൽ അടുത്ത വ്ലോഗിൽ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് അവർ ന്യൂ അക്കൗണ്ട്സ് മാനേജർ ഫോർ ടെക്നോ പാർക്ക് ടുഡേ. ബൈ.